ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ വെൽക്കം ബാക്ക് ടു ശ്രീവത്സം എജു ഹബ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഷൻസ് ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിയുടെ നമ്മൾ ഓൾറെഡി തുടങ്ങിയതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ എല്ലാവർക്കും പേജ് നമ്പർ 135 എടുക്കാം. സോ അവിടെ നമ്മൾ നോക്കാൻ പോകുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ടല്ലേ, December 10th. അപ്പോൾ എന്താണ് ആ ഒരു കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അതുപോലെ നെക്സ്റ്റ് പേജിൽ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് പോസ്റ്റർ എക്സിബിഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെമിനാർ നടത്താമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നടത്താൻ പറ്റും? നിങ്ങൾക്കൊരു ഡിബേറ്റ് കോമ്പറ്റീഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ അല്ലെങ്കിൽ സ്കിറ്റ്, നമ്മളിവിടെ മനുഷ്യാവകാശം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ എസ്സേ റൈറ്റിംഗ് കോൺടെസ്റ്റ്, ക്വിസ് നടത്താം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പറയാം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് എന്താണ് പല അറ്റാക്കുകളും ടെററിസ്റ്റ് അറ്റാക്കുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ. ഇന്ന് രാവിലെ പോലും ഞാൻ കണ്ട വാർത്തയിൽ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഒരു മിസൈൽ, ഉക്രൈൻ വാങ്ങിയ മിസൈൽ റഷ്യയിലേക്ക് പരീക്ഷിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 1000 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ യുദ്ധം തുടങ്ങിയിട്ട് പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ അവകാശങ്ങളെ എന്ത് ചെയ്യുകയാണ്, വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് വയലേഷനാണ് നടക്കുന്നത്? ഒന്ന്, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് വുമൺ അല്ലേ, കുട്ടികളുടെതിരെയും വുമണിനെതിരെയും ഡിസ്ക്രിമിനേഷൻ നടക്കാറുണ്ട്. പിന്നെ അതുപോലെ കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെ അടിസ്ഥാനം നടത്താറുണ്ട്. ചൈൽഡ് ലേബർ വളരെ വലിയൊരു പ്രശ്നമാണ്, കുട്ടികളായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെ, മനുഷ്യക്കടത്ത്. പിന്നെ അല്ലാതെ വീട്ടിലൊക്കെയുള്ള ഡൊമസ്റ്റിക് വയലൻസ്, നമ്മൾ വീട്ടിലൊക്കെ ഈ പിള്ളേർ വുമൻസിനെ ആയാലും ആൾക്കാരെയൊക്കെ ആയാലും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നാട്ടിലൊക്കെ. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് കൊടുക്കാം. സോ നമുക്ക് എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കിയോ. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആർ ഡിനയൽ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആൻഡ് വാല്യൂസ് പ്രോമിസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ഭരണഘടന കുറേ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയെ ആരെങ്കിലും ഡിനൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ്റെ അവകാശങ്ങൾ ആരെങ്കിലും ഡിനൈൽ ചെയ്യുന്നുണ്ട്. ഡിനൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അക്സെപ്റ്റ് എന്ന് സമ്മതിക്കുക, ഡിനൈ എന്ന് വെച്ചാൽ സമ്മതിക്കാതിരിക്കുക. അപ്പോൾ ആരെങ്കിലും ഇതിനെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ ഡിനൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻഷുറിങ് സിവിൽ റൈറ്റ്സ് ബൈ അവോയ്ഡിങ് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് സിവിൽ റൈറ്റ്സ്, സിവിലിയൻസ് അല്ലെങ്കിൽ സിവിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ആ ഒരു നാട്ടിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ജീവനക്കാരെയും ആൾക്കാരെയൊക്കെയാണ് സിവിലിയൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ സിവിൽ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളെ ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യുന്നത്. എങ്ങനെ ഉറപ്പുവരുത്തും? നമ്മുടെ മനുഷ്യാവകാശങ്ങളെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമുക്ക് അവകാശങ്ങൾ തരുന്നില്ല, നമുക്ക് അവിടെ നേടിയെടുക്കേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല, അതൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വയലേഷനെ മുഴുവൻ അവോയ്ഡ് ചെയ്യും. അതായത് നമുക്ക് എല്ലാം ഉറപ്പാക്കി തരികയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി എന്നാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത്? 12th October 1993 നമ്മളെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്മീഷനിൽ മൊത്തം 6 മെമ്പേഴ്സാണുള്ളത്, ചെയർപേഴ്സണും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ ഈ ചെയർപേഴ്സൺ ആരായിരിക്കും? ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും. സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ചീഫ് ജഡ്ജി ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റിസ് ആയിരിക്കും നമ്മുടെ ചെയർ പേഴ്സണായിട്ട് നമ്മൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കമ്മീഷനിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ പ്രസിഡൻ്റാണ് ഈ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ടെന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അധികാരപരിധി എന്ന് പറയുന്നത് 3 വർഷം വരെയാണ് ഇവരുടെ അധികാരപരിധി. അതും എത്ര? 70 വയസ്സിന് മുന്നേ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇവർക്ക് കിട്ടേണ്ട ആ ഒരു ഭരിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നു. പക്ഷേ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നെങ്കിലും ഇത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ കീഴിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്?
Human Rights Protection Act is the act that came into existence directing that human rights commissions and courts shall be established at national and state levels for the protection of human rights and related matters. അപ്പോൾ ഈ നിയമം വന്നത് എന്തിനെന്ന് വെച്ചാൽ മനുഷ്യരുടെ റൈറ്റ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ മെയിനായിട്ട് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസും അതിന് വേണ്ടിയിട്ടുള്ള കോടതികളുമൊക്കെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും, അതായത് ഓരോ സ്റ്റേറ്റിലും എന്ത് വേണം, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഓഫീസേഴ്സ്, കോർട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേണമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു ആക്ട് വന്നത് എപ്പോഴാണ്? 28 സെപ്റ്റംബർ 1993 The National and State Level Human Rights Commission function in accordance with this act. അപ്പോൾ ഈ നാഷണലായാലും സ്റ്റേറ്റ് ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ നിയമത്തിൻ്റെ പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിനകത്ത് എന്തൊക്കെ വരും? ഇറ്റ് ഡിഫൈൻസ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, നാഷണൽ വുമൻസ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ ഇത്രയും കമ്മീഷൻസുകളാണ് എന്തിനകത്തുള്ളത്? ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സ് നമുക്ക് വിളിക്കാം. അതുപോലെ ദ ആക്ട് ഡിഫൈൻസ് ദ ഫോർമേഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചെയർപേഴ്സൺ, ദ റിമൂവൽ ഫ്രം ഓഫീസ്, ടെന്യൂർ ഇൻ ഓഫീസ്, അതുപോലെ ദ ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് കമ്മീഷൻ. വേറൊന്നുമല്ല, ഈ ഒരു ആക്ട് വഴി നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ നമുക്ക് ഉറപ്പാക്കി തരും? ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമുക്ക് തരും. അതിനകത്തുള്ള മെമ്പേഴ്സിനെ മുഴുവൻ അപ്പോയിൻറ്റ് ചെയ്യും. ഇപ്പോൾ ചെയർപേഴ്സണെ ആയാലും ഈ നിയമത്തിൻ്റെ കീഴിലാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ഇംപീച്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ് എന്താണ് ഇംപീച്ച്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും നിയമം ലംഘിക്കുകയോ നമുക്കെതിരെ നിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. പിന്നെ ഇവരുടെ ഓഫീസിൽ എത്ര നാൾ ഇവർ ഭരിക്കണം, അവരുടെ ടെന്യൂർ, അധികാരകാലം, അത് നമ്മൾ ഈ ഒരു നിയമത്തിലാണ് നോക്കുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, കമ്മീഷൻ്റെ അധികാരപരിധി എന്തൊക്കെയാണ് തുടങ്ങിയതെല്ലാം ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ കീഴിലാണ് നമ്മളിതെല്ലാം നോക്കുന്നത്. ഇനി അടുത്തത് പ്രൊസീജിയർ ഓഫ് ഇൻക്വയറി ഓഫ് കമ്മീഷൻ, സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻക്വയറീസ് ആർ ലെയ്ഡ് ഡൗൺ ഇൻ ദിസ് ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പ്രകാരം ഈ കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്വയറി നടത്താൻ പറ്റും, അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്താം. ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്യണം. ഓരോ സ്റ്റേറ്റിലെയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫീസുകൾ സെറ്റപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവരൊക്കെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഓരോ ഓഫീസുകളിൽ നിന്നും, കറക്റ്റായിട്ടാണോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇൻക്വയറീസ്, അന്വേഷണങ്ങൾ നടത്തുക തുടങ്ങിയതൊക്കെയാണ് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി ആർ as assured by the Constitution of India and international agreements ratified by India. സോ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്തൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിൻ്റെയൊക്കെ ഉറപ്പാണ്, എന്തൊക്കെ അവകാശങ്ങളാണ് തരുന്നത്? നമുക്ക് ജീവിക്കാനുള്ള അവകാശം, ലിബർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീഡം. അതുപോലെ ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഈക്വലായിട്ട് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക, അതായത് അവരോട് പെരുമാറുന്ന രീതി ഈക്വൽ ആയിരിക്കുക. പിന്നെ അതുപോലെ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് വേണം, മാന്യമായിട്ടൊക്കെ നമുക്ക് ജീവിക്കണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സാണ് നമുക്കത് ഉറപ്പ് വരുത്തുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇതിന് ഉറപ്പ് വരുത്തുന്നത്? കാര്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ഭരണഘടനയിൽ ഇവിടെയുള്ള ഒരു സിവിലിയന് അല്ലെങ്കിൽ ഒരു ഹ്യൂമന് ഇതെല്ലാം ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളായിട്ടുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുടങ്ങിയ ഇവരാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം ഒരു പോയിന്റ് കൂടെയുണ്ട്. ആർ അഷ്യൂർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ. അതെന്താണ്? റാറ്റിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. അതായത് നമ്മളെ പല ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ രാജ്യത്തൊട്ടാകെ ലോകങ്ങളെ എല്ലാം ചേർത്ത് വെച്ചിട്ട് പല എഗ്രിമെൻറ്റുകളും ഇപ്പം UNO പോലെയൊക്കെയുള്ള വലിയ വലിയ സംഘടനകൾ എഴുതി വയ്ക്കും. അതായത് മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തി കൊടുക്കണം.
അപ്പോൾ ഇവിടെ ഇന്ത്യയും അതിനെന്ത് ചെയ്യുകയാണ്, ഓക്കെ പറയുകയാണ്. ഇതുപോലെ ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, നമ്മളും ഇന്ത്യയും അതുപോലെ ഫോളോ ചെയ്യും, മനുഷ്യാവകാശം ഉറപ്പുവരുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇനി നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പലതും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോ, ടു കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അപ്പോൾ ആരെങ്കിലും ഒരു പറയുകയാണ്, കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്, അതായത് എൻ്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അന്വേഷണം നടത്താം, അതിൻ്റെ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനൊരു റിസൾട്ട് കൊടുക്കാം. അതുപോലെ അടുത്ത് ബിക്കം എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിങ്സ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു മനുഷ്യാവകാശം എൻ്റെ ലംഘനം നടന്നു എന്ന് വെച്ച് കഴിഞ്ഞു, ഞാൻ നേരെ എവിടെ പോവും, കോർട്ടിൽ പോവും. കോടതിയിൽ പോയിട്ട് ഞാൻ ഇവിടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്താവാം, എനിക്ക് വേണ്ടി ഒരു പാർട്ടിയായിട്ട് വർക്ക് ചെയ്യാം. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടി പോലെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഡിഫെൻഡൊക്കെ ചെയ്ത് കോടതിയിൽ, അതിനെയാണ് ആ ഒരു ബിക്കം എ പാർട്ടി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടി ഉണ്ടായി അവർ ഇലക്ഷന് പോകുന്നു എന്നുള്ളതല്ല. പകരം എനിക്ക് കോടതിയിൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കാം എന്നുള്ളതാണ്. ഇനി അടുത്ത് to visit jails and rehabilitation centers and make recommendation for reforms. അപ്പോൾ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യും, ജയിലുകൾ, അതുപോലെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഈ ഡ്രഗ് അഡിക്ട്സ് അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളൊക്കെ ചെയ്തവരെ സ്വഭാവം മാറ്റാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ റീഹാബിലിറ്റേഷൻസ് ഒക്കെ. അപ്പോൾ ഇവരെയൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ പോവുക, ജയിലും അതുപോലെ ഇങ്ങനത്തെ സെൻറ്ററുകളിലൊക്കെ പോയിട്ട് അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷനൊക്കെ നൽകാം. എന്തിനു വേണ്ടിയിട്ട്, റീഫോം ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും മാറ്റമൊക്കെ കൊണ്ടുവരുത്തണമെങ്കിൽ അതിന് സജഷനൊക്കെ കൊടുക്കാം. ഇനി അടുത്ത് ടു ഇവാലുവേറ്റ് ദ ഫംഗ്ഷനിങ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗിവ് സജഷൻസ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഉറപ്പ് വരുത്താൻ വേണ്ടി പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ തുടങ്ങിയ ഓരോ കമ്മീഷൻസും കറക്റ്റായിട്ടാണോ അവരെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ കറക്റ്റായിട്ട് കേസുകളും കംപ്ലൈൻറ്റും ഒക്കെ പരിഹരിക്കുന്നുണ്ടോ തുടങ്ങിയതിനെയൊക്കെ വിലയിരുത്താം, ഇവാലുവേറ്റ് ചെയ്യാനും കൂടെയുള്ള അവകാശം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. അതുപോലെ അവർക്ക് എന്തെങ്കിലും സജഷൻസും കൊടുക്കാം, അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെയുള്ള പല പല നിർദ്ദേശങ്ങളും കൊടുക്കാം. ഇനി അടുത്തത് അനലൈസ് ദ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിക്ലറേഷൻസ് റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പല എഗ്രിമെൻറ്റുകളും എന്ത് ചെയ്യും, കൊണ്ടുവരും. അതായത് ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടത്തിയിരിക്കണം. അപ്പോൾ അതിനെയൊക്കെ പഠിച്ച് അതിനെല്ലാം ഇവർ കൂടെ നിന്ന് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ആൾക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെയായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റെപ്സും മെഷേഴ്സും ഒക്കെ എടുക്കണം എന്നുള്ളതാണ് ആ ഒരു പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്, ടു എക്സാമിൻ ദ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കമ്മിറ്റഡ് ബൈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് അതർ പബ്ലിക് സർവൻറ്റ്സ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻസ് ആഫ്റ്റർ എക്സാമിനിങ് ദ ഫെയിലിയേഴ്സ് ഇൻ ദ പ്രിവെൻഷൻസ് ഓഫ് സച്ച് ഇൻസിഡൻറ്റ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഇപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ അവകാശങ്ങളെ ലംഘിക്കപ്പെടുന്നത് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ, ഇപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് എന്ന് വെച്ചാൽ നിയമം നടപ്പിലാക്കുന്ന ഓഫീസേഴ്സ് തന്നെ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരും പബ്ലിക് സർവൻറ്റുകളും ഒക്കെ നമ്മളെ നിയമം ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നവർ നോക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്കെതിരെയും ആക്ഷൻസ് എടുക്കും, അതുപോലെ നമുക്ക് കിട്ടേണ്ട നീതിയും ഇവർ ഉറപ്പാക്കി തരും. അപ്പോൾ ഇത്രയുമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, given about some important responsibilities. ഇപ്പോൾ അതിനകത്ത് നിങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അവരുടെ ആക്ടിവിറ്റീസും കാണിച്ചുകൊണ്ടൊക്കെ ന്യൂസ് പേപ്പർ കട്ടിങ് കളക്ട് ചെയ്ത് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് പേജിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. സോ നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടാണ്. ഇത് 11th December 1998 വരുന്നത്. സോ നിങ്ങളത് ബാക്കി വായിച്ചു നോക്കുക. ആ ഒരു ടോപ്പിക് എക്സാമിന് ചോദിക്കത്തില്ല, ബട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ബട്ട് അതിന് തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്,
എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ ദ ഇഷ്യൂസ് ഇൻ വിച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ്റർവീൻഡ് റീസെൻ്റ്ലി. ഈ ഇടയ്ക്കായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇടപെട്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെ എന്നാണ് അവിടുത്തെ ചോദ്യം. സോ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ഈ പോലീസുകാർ ചെയ്യുന്ന എന്തെങ്കിലും മർദ്ദനങ്ങൾ, കസ്റ്റോഡിയൽ ഡെത്ത്, അതായത് നമ്മുടെ പോലീസ് കസ്റ്റഡി കിടന്ന് മരിക്കുന്ന കേസുകൾ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനോറിറ്റി സെക്ഷൻ, നമ്മൾ മാറ്റി നിർത്തിക്കപ്പെടുന്ന സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതിനെയൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ചൈൽഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, പിന്നെ വുമണിനെതിരെയായിട്ടുള്ള വയലൻസ്, ഇതൊക്കെ ഈ ഇടയ്ക്കായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുറേ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് PUCL ഉണ്ട്, പിന്നെ ക്രൈ ഉണ്ട്, പിന്നെ സ്നേഹയുണ്ട്, പിന്നെ അതുപോലെ HRLN, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ എഴുതേണ്ടി വരുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ഹാവ് ആൻ ഇൻകമ്പയറബിൾ പൊസിഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. നമ്മുടെ ജനാധിപത്യ ഭരണ രീതിയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു കാര്യവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, കമ്പയർ ചെയ്യാൻ പറ്റൂല. കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഇലക്ഷൻ കമ്മീഷനാണോ ഏറ്റവും വലുത്, ഹ്യൂമൻ റൈറ്റ്സ് ആണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതിനൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം മനുഷ്യൻ്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയാണ് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. സോ ഡെമോക്രാറ്റിക് സിസ്റ്റം ബിക്കംസ് കംപ്ലീറ്റ് ആൻഡ് മീനിങ്ഫുൾ ഓൺലി വെൻ ഇറ്റ് സിറ്റിസൺസ് എൻജോയ് ദ റൈറ്റ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. അല്ലേ, ഒരു ജനാധിപത്യ രാജ്യം കംപ്ലീറ്റ് ആവണമെങ്കിൽ, ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന് അവരുടെ അവകാശങ്ങളെ എല്ലാം കിട്ടണം. അതുപോലെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ഒരു ഡിഗ്നിറ്റിയോടെയും പ്രൈഡോടെയും, അഭിമാനത്തോടെ. പ്രൈഡ് എന്ന് വെച്ചാൽ അഭിമാനമാണ്. ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം. So, National Human Rights Commission plays an important role in the protection of human rights of the citizens and thereby ensuring the extension of democracy. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇപ്പോൾ എന്താ ചെയ്തത്? ഈ മൈനോറിറ്റി ആയിട്ടുള്ള, ബാക്ക്വേർഡ് ആയിട്ടുള്ള ചിൽഡ്രനൊക്കെ ആയാലും ഇങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ മനുഷ്യ അവകാശം ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. അതായത് ജനാധിപത്യം ഉറപ്പുവരുത്തി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ വഴി ജനാധിപത്യം ഉറപ്പാക്കിയെങ്കിൽ ഇവിടെ ഇപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വഴി നമ്മൾ എന്ത് ചെയ്തു? ജനാധിപത്യം ഉറപ്പുവരുത്തി. അങ്ങനെ ഈ പാഠത്തിൻ്റെ പേര് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, ഡെമോക്രസി ജനങ്ങളിൽ എത്തിച്ചു. ഏതുവഴി? മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വഴി നമ്മൾ ജനാധിപത്യം എത്തിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ പിക്ചേഴ്സ് കാണാം അല്ലേ. അപ്പോൾ ഈ പിക്ചേഴ്സിനകത്ത് ഈക്വൽ ജസ്റ്റിസ് വേണം, ജെൻഡർ ഇക്വാലിറ്റി വേണം, പ്രൊട്ടക്റ്റ് വുമൻ റൈറ്റ്സ് വേണം അല്ലേ. അങ്ങനെ പല ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പേജിൽ തന്നെ ചോദ്യമുണ്ട്, വാട്ട് ആർ ദ ഇഷ്യൂസ് റേസ്ഡ് ബൈ വുമൻ അജിറ്റേറ്റേഴ്സ്. അജിറ്റേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ഫൈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെയാണ് അജിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് എനി അതർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൻ? ഡിസ്കസ് ദം. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ വുമൻ? ഒന്നുണ്ട്, നമ്മളെ വർക്കിംഗ് പ്ലേസ്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, പൈസ കുറച്ച് കൊടുക്കാറും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അൺഈക്വൽ പേ പറയാം നിങ്ങൾക്ക് അവിടെ. പിന്നെ ലീഡർഷിപ്പ് റോൾസിൽ, അതായത് ഇലക്ഷൻ സമയമായാൽ പോലും വുമൺ ഒരു പാർലമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വുമൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവാണ് മെന്നിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, നാട്ടിൽ വീട്ടിലൊക്കെ ആയാലും ഭർത്താക്കന്മാരെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്ന സ്ത്രീകളുണ്ട്. സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, the most important function of the National Women's Commission is to intervene in the various issues faced by women in society and suggest legal solution. നമുക്കറിയാം നാഷണൽ വുമൻ കമ്മീഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത്? വുമൻസ് സൊസൈറ്റിയിൽ വുമൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെയൊക്കെ ഇടപെടാൻ, ഇൻ്റർവീൻ ചെയ്യാനും അതുപോലെ ലീഗൽ സൊല്യൂഷൻ, നിയമപരമായിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൊടുക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് വന്നത്? കമ്മീഷൻ ഫൗണ്ടഡ് ഓൺ 31 ജാനുവരി 1992 കമ്മീഷൻ വന്നിട്ടുള്ളത്. ഈ കമ്മീഷനകത്ത് ആരാ ഉള്ളത്? കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ 5 മെമ്പേഴ്സും ഉണ്ട്, പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. അതുപോലെ
ഈ ഒരു മെമ്പേഴ്സിനെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നേരത്തെ പോലെ പ്രസിഡൻ്റ് ഒന്നുമല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവരുടെ കാലാവധി എത്രയാ? 3 വർഷം വരെയാണ് ഇവർക്ക് അധികാരപരിധി ഉള്ളത്. നാഷണൽ വുമൻസ് കമ്മീഷൻ ഈസ് എക്യുപ്ഡ് വിത്ത് എക്സ്റ്റെൻസീവ് പവേഴ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ഓഫ് വുമൻ, അല്ലേ? അപ്പോൾ ഈ ഒരു വുമൻസ് കമ്മീഷൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് വുമൻ്റെ കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ ഇക്വാലിറ്റി, അല്ലെ, എല്ലായിടത്തും ഈക്വലായിട്ട് വുമൻ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുത്തുക, അതുപോലെ അവരുടെ അവകാശങ്ങളെ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇത്രയാണ് നാഷണൽ വുമൻസ് കമ്മീഷൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം നമ്മളെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും ആക്ച്വലി ന്യൂഡൽഹിയിലാണ്. നിങ്ങൾക്ക് ആ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ ഇത് നാഷണൽ വുമൻസ് കമ്മീഷൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. സോ ഈ നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്. അപ്പോൾ നോക്കിക്കോ, എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൻ, അല്ലേ? ഇപ്പം നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ള വുമൻസിന് ഉറപ്പ് വരുത്തേണ്ട കുറേ നിയമങ്ങളുണ്ട്. അതെല്ലാം നോക്കി ആ നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് പാസ്സാക്കി അതുവഴി വുമണിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. ഇനി അടുത്തത് എന്താ? സബ്മിറ്റ് പ്രപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് വുമൻസ് റൈറ്റ്. അപ്പോൾ നമുക്കറിയാം ലെജിസ്ലേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മേക്കിംഗ് ലോസ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വുമൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഫോർ എൻഷുറിങ് ജെൻഡർ ജസ്റ്റിസ്, അല്ലേ? നമ്മൾ ഈ വുമന് നീതി, അതായത് ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ചാൽ അതാണ് വുമണും മെന്നും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ജെൻഡർ ജസ്റ്റിസ് കൊണ്ടുവരിക, നീതിപരമായിട്ട് വുമൺ എല്ലാ കാര്യങ്ങളും കിട്ടാനുള്ള അത് ഉറപ്പുവരുത്തുക. പിന്നെ ഗിവിങ് സജഷൻസ് ടു എലിമിനേറ്റ് ഇൻഇക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൻ. അതുപോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വുമന് ഇൻഇക്വാളിറ്റി സംഭവിക്കുകയാണ്, ഈക്വൽ അല്ലാതെ അവരെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരെ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യുക, മുഴുവനായിട്ട് തുടച്ചു കളഞ്ഞ് പുതിയ സജഷൻസും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അടുത്ത് ഇൻ്റർവീൻ ഇൻ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൻ ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻസ്, അല്ലേ? വുമൻ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, സജഷനൊക്കെ കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, അഡ്വൈസ് ഗവൺമെൻറ്റ്സ് ഇൻ പോളിസി ഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് കൺസേണിങ് വുമൻ, അല്ലേ? അപ്പോൾ അതുവഴി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗവൺമെൻറ്റിന് നമുക്ക് അഡ്വൈസും കൂടെ കൊടുക്കാം. അതായത് വുമൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് പുതിയ നയങ്ങളും പോളിസീസൊക്കെ വരണം എന്നുള്ള ഒരു അഡ്വൈസും ഗവൺമെൻറ്റിന് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമന് ചെയ്യാൻ പറ്റും. സോ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, കളക്ട് ന്യൂസ് ആൻഡ് പിക്ചേഴ്സ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ വുമൻസ് കമ്മീഷൻ. എന്തൊക്കെയാണ് ഈ നാഷണൽ വുമൻസ് കമ്മീഷൻ ചെയ്യുന്ന ആക്ടിവിറ്റി? പിന്നെ അതിനെയൊക്കെ സോഷ്യൽ സയൻസ് ആൽബത്തിൽ വയ്ക്കാൻ പറയുന്നുണ്ട്. ആ ആൻസർ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം ആൽബം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചറിൻ്റെ സഹായത്തോടെ ഈ നാഷണൽ വുമൻ കമ്മീഷൻ ഇടയ്ക്ക് വുമൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇടപെട്ട പല കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനൊക്കെയാണ് പറയുന്നത്. സോ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ഇടയ്ക്കായിട്ട് വുമൻസ് കമ്മീഷൻ ഇടപെട്ട പല കാര്യങ്ങൾ, ഒന്ന് നമുക്ക് പറയാം അവയർനെസ് ക്ലാസ്സസ് ഒക്കെ കൊടുത്തു, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിലൊക്കെ കിടന്ന് പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി അവയർനെസ് കൊടുത്തു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഹറാസ്മെൻറ്റ്, സൈബർ ബുള്ളിയിങ് തുടങ്ങിയ പല കംപ്ലൈൻറ്റുകളെയും മുഴുവനായിട്ട് ഹാൻഡിൽ ചെയ്തു നാഷണൽ വുമൻസ് കമ്മീഷൻ. പിന്നെ അതുപോലെ തന്നെ വുമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഒരു ശക്തി കേന്ദ്രീകരിക്കാൻ, അല്ലെങ്കിൽ ശക്തി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പല വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ ഈ വുമണിനെ പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ എന്തൊക്കെ കേസുകളും ഇൻസിഡൻസും ആണ് ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ഇടപെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ അബ്യൂസ്, വീട്ടിലൊക്കെ അവരെ ഒരുപാട് ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് പ്ലേസസിൽ, ജോലി സ്ഥലങ്ങളിൽ ഇവർക്ക് വരുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹേമ കമ്മിറ്റി എന്ന് പറയുന്നതിലൊക്കെ ഒരുപാട് ഈ നാഷണൽ വുമൻസ് കമ്മീഷനൊക്കെ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലേ? ഇപ്പോൾ കുറേ ഇടത്ത് എങ്ങനെ സ്ത്രീധനം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും പിള്ളേരെയൊക്കെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നാഷണൽ വുമൻസ് കമ്മീഷനാണ് ഇടപെട്ട് സോൾവൊക്കെ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഡൗറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തൊട്ട് താഴെ അടുത്തൊരു നിയമം. കാര്യം there are laws in the country to ensure the rights and safety for women. അല്ലേ, വുമൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആദ്യത്തെ നിയമം നോക്കാം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ഇപ്പോൾ ഡൗറി നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് 1961 വന്നതാണ്. നമുക്കറിയാം, എന്നാലും ഇപ്പോഴും ഡൗറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡൗറി കൊടുക്കാത്ത ആൾക്കാർ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചൂഷണപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു നിയമം ഉപയോഗപ്പെടും. അപ്പോൾ ഈ ഒരു നിയമം വന്നിരിക്കുന്നത് എന്തിനാണ്? ടു ഇറാഡിക്കേറ്റ് ഈവിൾ പ്രാക്ടീസ് ഓഫ് ഡൗറി ഫ്രം സൊസൈറ്റി ആൻഡ് പ്രിവെൻറ്റ് ആട്രോസിറ്റീസ് ഇൻ ദ നെയിം ഓഫ് ഡൗറി. അതായത് നമ്മുടെ എർത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യയിൽ ഡൗറി എന്നുള്ളത് ഒരു ഈവിൾ പ്രാക്ടീസാണ്, അല്ലേ? കാര്യം അത് നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു ഈവിൾ പ്രാക്ടീസിനെ മുഴുവനായിട്ട് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡൗറി വന്നിരിക്കുന്നത്. പിന്നെ പ്രിവെൻറ്റ് ആട്രോസിറ്റി എന്ന് വെച്ചാൽ ക്രൂരതകളാണ്. അതായത് ഡൗറിയുടെ പേരും പറഞ്ഞ് പിള്ളേരെയൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രൂരമായിട്ട് അടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് വെൽത്ത് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ആസ് പെർ പ്രയർ അഗ്രിമെൻ്റ് ആർ അണ്ടർ കമ്പൽഷൻ. ഇപ്പോൾ ഡൗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലേ? സാധനങ്ങൾ, പൈസയുള്ള സ്വർണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാരേജിൻ്റെ സമയമാകുമ്പോൾ ഒന്നിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഒപ്പിട്ടിട്ടൊക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കമ്പൽഷൻ, നിർബന്ധിച്ച് വാങ്ങുന്നതാവാം. ഇപ്പോൾ ഇഫ് എ പേഴ്സൺ കൺസെൻസ് ടു മാരേജ് ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് സർട്ടൺ സം ഓഫ് മണി, ജുവലറി ഓഫ് വെൽത്ത്, ഇറ്റ് ഈസ് ഓൾസോ ഡൗറി, അല്ലേ? ഇനിയൊരു ആൾ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ആ സമ്മതിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇന്ന തുക എനിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ജുവലറി എനിക്ക് വേണം എന്നുള്ളൊരു പ്രോമിസിൻ്റെ പുറത്താണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിനെയും ഡൗറി മാരേജ് എന്ന് തന്നെ പറയാം. സോ ബോത്ത് അക്സെപ്റ്റിംഗ് ആൻഡ് ഗിവിംഗ് ഡൗറി ആർ പണിഷബിൾ അണ്ടർ ദ ലോ. കണ്ടോ? അപ്പം ഡൗറി വാങ്ങുന്നതും ഡൗറി കൊടുക്കുന്നതും നിയമത്തിൻ്റെ കീഴിൽ തെറ്റാണ്. സോ നിങ്ങൾക്കിനി ആരെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്യുക. എന്തിനാണ് ഡൗറി കൊടുക്കുന്നത്? ആ സിസ്റ്റം നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങളാണ് അടുത്ത തലമുറ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ആക്ട് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അപ്പോൾ ഈ ഒരു നിയമം, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വീട്ടിലൊക്കെ ആൾക്കാരെ വുമണിനെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആക്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ 26 ഒക്ടോബർ 2006 വന്നത്. ദിസ് ലോ പ്രൊട്ടക്ട്സ് വുമൻ ഫ്രം വയലൻസ് ബൈ ദെയർ ലൈഫ് പാർട്ട്നേഴ്സ്. കണ്ടോ? ഈ നിയമം വഴി നമ്മളിപ്പോൾ ഒരു വുമൺ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന പുള്ളിക്കാരിയുടെ ലൈഫ് പാർട്ട്ണർ, അല്ലെ, ഹസ്ബൻഡ്, ഇവർ ഒരുപാട് എന്ത് ചെയ്യാണ്, ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ നമ്മളെ ഈ ഒരു വയലൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ the definition of domestic violence includes all activities that insult women or cause them danger. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുമനെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നിയമം അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ലോ അഷ്യൂർസ് പ്രൊട്ടക്ഷൻ, ബോർഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു വുമൻ ഹു ആർ വിക്ടിംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഈ ഒരു നിയമം വഴി എന്ത് ചെയ്യും? ഈ വുമനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊട്ടക്റ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ബോർഡിംഗ് എന്ന് വെച്ചാൽ അവർക്ക് സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കുക. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് സാമ്പത്തികമായിട്ട് ഗവൺമെൻറ് സഹായിക്കും. ഏതെങ്കിലും ഒരു വിക്ടിം ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഇരയാണെങ്കിൽ ഗവൺമെൻറ് ഉറപ്പായിട്ട് നിങ്ങൾക്കത് സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് തൊട്ടടുത്ത് മറ്റൊരു കാര്യം, മേക്ക് പ്രിപ്പറേഷൻ ഫോർ ദ ഒബ്സർവേഷൻ ഓഫ് നാഷണൽ വുമൻസ് ഡേ. നിങ്ങളൊരു നാഷണൽ വുമൻസ് ഡേ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, സ്പീച്ച്, ഡിബേറ്റ്, അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഓക്കെ ആക്കാം. പിന്നെ എക്സിബിഷനൊക്കെ, അതായത് വുമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഏതെങ്കിലും വുമൻ ലീഡേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോട്ടിവേഷണൽ ടോക്കിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. അതിനെ തന്നെ റിലേറ്റ് ചെയ്തൊരു ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ആൽബം ടോപ്പിക്സ്, അല്ലേ, അതാണ് ലാസ്റ്റത്തെ ചോദ്യം. കളക്ട് ന്യൂസ് അബൌട്ട് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൻ. എന്നിട്ട് എന്തൊക്കെ പ്രോബ്ലംസാണ് വുമൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യങ്ങൾ, വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷൻ, വർക്ക് പ്ലേസിൽ അവർക്ക് ഈക്വാലിറ്റി കൊടുക്കുന്നില്ല, ഡൗറിയുടെ ഇഷ്യൂസ്, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. സോ തൊട്ട് താഴെ സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ
എപ്പോഴാണ് രൂപീകരിച്ചിട്ടുള്ളത്, അതുപോലെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്, സുഗതകുമാരി ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. സോ ഇനി ഏറ്റവും അവസാനത്തെ പാസേജ്, ദ റൈറ്റ്സ് ഓഫ് ഓൾ സിറ്റിസൺ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഇൻ എ ഡെമോക്രസി. അല്ലേ, ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പം നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ സിറ്റിസൺസിൻ്റെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. ജെൻഡർ ജസ്റ്റിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലേ, അതിൽ എല്ലാവരും സിറ്റിസൺസിനും പോലെ തന്നെയാണ് വുമണും ഉള്ളത്. അപ്പോൾ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് വുമനെയും അതുപോലെ മെന്നിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓൺലി വെൻ ദ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വുമൺ ആർ പ്രൊട്ടക്റ്റഡ്. ദ വുമൻസ് കമ്മീഷൻ ടേക്ക് സ്റ്റെപ്സ് ടു ലീഗലി ഓവർകം ദ ആൻറ്റി വുമൻ ടെൻഡൻസീസ് ഇൻ സൊസൈറ്റി ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ ഒരു വുമണിൻ്റെ ഡിഗ്നിറ്റിയും റൈറ്റ്സും, അതായത് അവർക്ക് അവരുടെ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഡെമോക്രസി അവിടെ ബാധിക്കുന്നുണ്ട്, എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഈ വുമൻസ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ്, ലീഗലി ഓവർകം ആൻറ്റി വുമൻ ടെൻഡൻസീസ്, അതായത് വുമനെതിരെ പ്രവർത്തിക്കുന്ന പ്രവണതകളെയെല്ലാം മുഴുവനായിട്ട് മാറ്റാനും അതിനെ സൊസൈറ്റിയിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓവർകം ചെയ്യാന്ന് വെച്ചാൽ അതിനെയൊക്കെ മാറ്റി വുമനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വുമൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. സോ വുമൻസ് കമ്മീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്ട്രെങ്തനിങ് ഡെമോക്രസി ബൈ എൻഷുറിങ് ജെൻഡർ ജസ്റ്റിസ് ത്രൂ ഇൻ്റർവെൻഷൻസ് ദാറ്റ് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ്സ്. അപ്പോൾ വുമൻസ് കമ്മീഷൻ മെയിനായിട്ട് എന്ത് ചെയ്യും, ഡെമോക്രസി ഉറപ്പുവരുത്തും. എങ്ങനെ ഡെമോക്രസി ഉറപ്പുവരുത്തും? ജെൻഡർ ജസ്റ്റിസ് കൊണ്ടുവരും. അതായത് വുമനെയും മെന്നിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള നീതി വേണമെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ വുമണിന് എവിടെയൊക്കെ ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവർ ഇൻ്റർവെൻഷൻ ചെയ്യും, അതായത് ഇടപെട്ടിട്ട് ഇവർക്ക് ഉറപ്പ് വരുത്തി കൊടുക്കും അവർക്ക് ഈക്വലായിട്ടൊക്കെയാണ് കാര്യങ്ങൾ കിട്ടുന്നത്, അവരുടെ അവകാശങ്ങളൊക്കെ സേഫാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വുമൻസ് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമണും ഒക്കെ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നോ നാളെയോ അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. നന്നായിട്ട് പഠിക്കുക.